ഇല്ല, ഇത് അനുവദിച്ചു കൊടുക്കാൻ നിനക്ക് കഴിയില്ല. എന്തെങ്കിലും ഉടനെ ചെയ്യണം സേതുവേട്ടാ. ഇല്ലെങ്കിൽ അവളിവിടെ തറവാട്ടമ്മയായി വാഴുന്നത് നമ്മൾ കാണേണ്ടി വരും. എന്റെ മോളുടെ സന്തോഷം തല്ലിക്കെടുത്തി അങ്ങനെ അവൾ മാത്രം ഇവിടെ വാഴണ്ട. നിത തന്റെ അരിശം തീരാതെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. കിടക്കയിലായി സേതുവും ഇരിപ്പുണ്ട്. അപ്പോഴാണ് അശോക് അവിടേക്ക് വരുന്നത്. എന്താ അശോകെ ഇപ്പൊ ചെയ്യുക? ഞാൻ നോക്കിയിട്ട് ഒരു പിടിയും കാണണില്ല. അയാൾ ഒരുതരം അസ്വസ്ഥതയോടെ അതും ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റു. ഒരു വഴിയുണ്ട്, അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് കേൾക്കെ അവർ ഇരുവരും പരസ്പരം നോക്കി. ഇന്ന് രാത്രി കൂടെ അവൾ ഈ തറവാട്ടിലുണ്ടാവൂ. നാളെ നേരം പുലരുമ്പോൾ ഈ തറവാട്ടിൽ അവളുടെ ഒരു അവശേഷിപ്പ് പോലും കാണില്ല. കണ്ണിൽ ആനന്ദം നിറച്ച് അയാളുടെ നാവ് ഉച്ചരിക്കുമ്പോൾ ബാക്കി രണ്ട് മുഖങ്ങളും എന്തെന്നില്ലാത്ത നിർവൃതിയായിരുന്നു. അസ്വാരസ്യങ്ങൾ നിറഞ്ഞ മനസ്സോടെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാണ് പവി. മനസ്സിനെ എത്ര ശാന്തമാക്കാൻ നോക്കിയിട്ടും സാധിക്കാത്തതുപോലെ തോന്നി അവൾക്ക്. ആകെ ഒരു പരവേശം പോലെ. ഞാൻ പറഞ്ഞില്ലേ നട്ടുപോയ അണ്ണാനെ പോലെ ഇരിക്കുന്നുണ്ടാവുമെന്ന്. ദേ നോക്ക്. ഡോർ സൈഡിൽ നിന്ന് ഇഷയുടെ ശബ്ദം കേൾക്കുമ്പോഴാണ് പവിയുടെ ശ്രദ്ധ അവിടേക്കാകുന്നത്. ഇഷ മാത്രമല്ല, കൂടെ അഭിയും ആദിയുമുണ്ട്. മൂന്നാളും ഒന്നിച്ചകത്തേക്ക് കയറി. നീ താഴെ നടന്നത് ഓർത്ത് വെറുതെ മനസ്സ് വിഷമിക്കേണ്ട പവി. അച്ഛനും വല്യച്ഛനും അങ്കിളുമൊക്കെ ചേർന്ന് അവിടെ എന്തൊക്കെയോ കാര്യമായി പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നീ ധൈര്യമായി ഇരിക്ക്. നിനക്ക് നെഗറ്റീവായി ഒന്നും സംഭവിക്കില്ല. അഭി അവൾക്കരികിലിരുന്ന് തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. എന്റെ കാര്യം ഓർത്തു മാത്രമല്ല അഭിയേട്ടാ എനിക്ക് ടെൻഷൻ. ത്രിലോക് അവൻ എന്തെങ്കിലും ഒന്ന് ഡിസൈഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടാവില്ല. അറിയില്ലേ നിങ്ങൾക്കവനെ? ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് നേരിയ ഭയം തന്നെയായിരുന്നു. എടി, നീ ആദ്യം ഒന്ന് മനസ്സിലാക്ക്. അവനൊരിക്കലും അവളോട് പ്രണയമല്ല, മറിച്ച് പകയാണ്. അങ്ങനെയുള്ളപ്പോൾ അവളെയും സുഖമായി ജീവിക്കാനൊന്നും അവൻ തയ്യാറാവില്ല. അതുമാത്രമല്ല, അവൾ ഇവിടെ ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ നടക്കൂ. അവൾ എവിടെ പോവുക? പവി സംശയത്തോടെ ചോദിക്കുമ്പോൾ ആദി ഒന്ന് ചിരിച്ചു. അതല്ലേ മണ്ടി അവൻ പറഞ്ഞത്, അച്ഛനും വല്യച്ഛനുമൊക്കെ അവിടെ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന്. പിന്നെ അങ്കിളിന്റെ സ്വഭാവം നിനക്കറിയാലോ, വാശിയിൽ ത്രിലോകിന്റെ ഇരട്ടിയാണ്. അവന്റെ അല്ലേ അച്ഛൻ, അപ്പോൾ പിന്നെ ഒട്ടും മോശമാവില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ ഇപ്പോൾ ഒന്നും ആലോചിക്കേണ്ട പവി. അങ്കിൾ എന്തായാലും നിന്റെയും ത്രിലോകിന്റെയും ബന്ധത്തിൽ നിന്ന് പിന്മാറാനൊന്നും പോകുന്നില്ല. കോടികൾ കണ്ട് കണ്ണ് മഞ്ഞളിച്ചിരിക്കുക അങ്ങേരുടെ. പിന്നെ നിന്റെ അച്ഛനുമായുള്ള ഇരിപ്പുവശം വെച്ച് നോക്കുകയാണെങ്കിൽ 1% പോലും നിന്നിൽ നിന്ന് മാറാൻ ചാൻസ് ഇല്ല. ആദ്യം അവൾക്ക് ധൈര്യം പകർന്നുകൊണ്ട് അവളുടെ മറു സൈഡിലായിരുന്നു. ചേച്ചി ധൈര്യമായി ഇരിക്കുക. ആ കറുമ്പി അടിച്ച് പുറത്താക്കിയിട്ടാണെങ്കിലും എൻ്റെ ഏട്ടൻ്റെയും ചേച്ചിയുടെയും വിവാഹം നടക്കും. ഞങ്ങളൊക്കെ ഉണ്ട് ചേച്ചിയുടെ കൂടെ. ഇഷ! അവൾ അത് പറഞ്ഞു തീർന്നതും അഭിയുടെ ഒരു നീട്ടി വിളിയാണ് അവളെ തേടി വന്നത്. ഓ, ഞാനൊന്നും പറയുന്നില്ല. അല്ലെങ്കിലും എത്രയൊക്കെ പറഞ്ഞാലും അവളോട് ഏട്ടനൊരു സോഫ്റ്റ് കോർണർ ഉണ്ടല്ലോ. ഇഷ അല്പം ദേഷ്യത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് ചുണ്ടുകൊട്ടുമ്പോൾ പവിയും ആദിയും അഭിയെ നോക്കി. എനിക്ക് ആരോടും ഒരു സോഫ്റ്റ് കോർണറുമില്ല. പക്ഷേ നിങ്ങളൊന്നും മറക്കരുത്, നമ്മളെപ്പോലെ അവളും ഈ വീട്ടിലെ കുട്ടിയാണ്. നമ്മുടെ അതേ അവകാശം അവൾക്കുമുണ്ട് ഈ വീട്ടിൽ. ആ അവകാശത്തെയാണ് നമ്മളെല്ലാവരും കൂടി അവൾക്ക് നിഷേധിച്ചത്. അത് കേൾക്കുന്നവർക്ക് വെറും പുച്ഛം തോന്നുന്ന നിറത്തിന്റെ പേരിൽ. എന്നിട്ടും ഒരു പരാതിയുമില്ലാതെ അവൾ ഇവിടെ കഴിഞ്ഞു പോകുന്നില്ലേ? ഒരവകാശവും ചോദിച്ച് ആരുടെയും അടുത്ത് വന്നിട്ടില്ലല്ലോ. എന്നിട്ടും പിറകെ നടന്ന് ദ്രോഹിക്കുന്നത് നമ്മളാണ്. അഭി പവിക്ക് അരികിൽ നിന്ന് എഴുന്നേറ്റ് അല്പം ഗൗരവത്തിൽ തന്നെയാണ് അത് പറഞ്ഞത്. നീ എന്തിനാടാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആദ്യം അവന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. പറഞ്ഞു വരുമ്പോൾ അവൾ എന്റെയും കൂടെ അനിയത്തിയാണ്. അറിവ് വച്ച പ്രായം മുതൽ നിങ്ങളൊക്കെ പോലെ ചേർത്ത് നിർത്തിയിട്ടില്ല എങ്കിലും അവൾക്കും അതേ സ്ഥാനം തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് അവളെ വെറുക്കാൻ കഴിയില്ല. അഭി വീണ്ടും പറഞ്ഞു നിർത്തുമ്പോൾ ഇഷ കലിയോടെ കൈ ചുരുട്ടി അടുത്ത ടേബിളിൽ അടിച്ചുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു. നിനക്ക് സമാധാനമായോ അഭി? അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞ് നീ എന്തിനാ അവളെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത്? കണ്ടില്ലേ അവൾ പിണങ്ങിപ്പോയത്? ഇഷ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയ പാടെ ആദി കയർത്തത് അഭിക്ക് നേരെയായിരുന്നു. പറയാനുള്ളത് ഞാൻ ആരുടെ മുഖത്ത് നോക്കിയും പറയും. പിന്നെ അവൾക്കിപ്പോൾ അല്പം അഹങ്കാരം കൂടിയിട്ടുണ്ട്. എൻ്റെ കൈ കവിളിൽ പതിയുമ്പോൾ അത് തീർന്നോളും. അത്യധികം ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അഭിയും പുറത്തേക്ക് പോകുമ്പോൾ ആദി ദേഷ്യത്തോടെ പവിക്കരിയിൽ തന്നെ ഇരുന്നു. കരഞ്ഞു കരഞ്ഞ് ഒടുവിൽ കണ്ണുനീർ പോലും വറ്റുമ്പോൾ ദൃഷ്ടി മറ്റെങ്ങോ പായിച്ചിരുന്നു അവൾ. സമയം രാത്രി 12 അടുത്തിട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല അവൾക്ക്. കാൽ രണ്ടും മടക്കി ചുവരിൽ ചാരിയിരിക്കുമ്പോൾ നേരം പുലരരുതേ എന്ന് ആഗ്രഹിച്ചു പോയി. അത്രമേൽ പകലിനെ ഭയപ്പെടുന്നു അവളിപ്പോൾ. പെട്ടെന്നാണ് വളരെ ഉച്ചത്തിൽ അവളുടെ വാതിലിന് പുറത്തുനിന്ന് തട്ട് കേട്ടത്. ഒരു വേള ഏതോ ലോകത്തിരുന്ന ശിവ ഞെട്ടലോടെ അവിടേക്ക് നോക്കി. ഉമിനീര് ഇറക്കിക്കൊണ്ട് ഇരുന്ന ഇടത്തു നിന്ന് പിടഞ്ഞെഴുന്നേറ്റു അവള്. ആരാ? ഉള്ളിൽ ത്രിലോകിന്റെ മുഖം കടന്നു വരുമ്പോൾ അവൾ വിറയലോടെ ചോദിച്ചു. എന്നാൽ മറുപുറത്തു നിന്നുള്ള മൗനത്തിനൊപ്പം വീണ്ടും വീണ്ടും വാതിൽ തട്ടിപ്പൊളിക്കും പോലുള്ള ശബ്ദവും. വേറെ മാർഗമില്ലാതെ ശിവ വാതിലിന്റെ അരികിലേക്ക് വരുമ്പോൾ
കൈകാലുകൾ ഉൾപ്പെടെ ശരീരമാകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവളുടെ. എങ്ങനെയൊക്കെയോ വാതിൽ തുറന്നത് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവളുടെ കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങി. ആരാ? അവൾ സംശയത്തോടെ അത് ചോദിച്ചു തീരും മുൻപേ മുന്നിൽ നിന്ന് ആൾ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ അയാൾക്ക് ഓപ്പോസിറ്റായി തിരിച്ചു നിർത്തി കയ്യിലിരുന്ന ടവൽ കൊണ്ട് അവളുടെ മൂക്ക് പൊത്തുമ്പോൾ ശിവയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അവൾ വെപ്രാളത്തോടെ കൈകാലിട്ട് അടിച്ചു എങ്കിലും നിമിഷ നേരം കൊണ്ട് അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. എന്തായി? അവൾ എവിടെ? ഉമ്മറത്ത് നിൽക്കുന്നവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അശോക് ഒന്ന് ചുറ്റും നോക്കി ചോദിച്ചു. അവളെ ഞാൻ കാറിലെടുത്തിട്ടിട്ടുണ്ട്. സാറ് പേടിക്കേണ്ട. അവൾ ഇനി പുറംലോകം കാണില്ല, കാണരുത്. എൻ്റെ മകൻ്റെ ജീവിതത്തിൽ പോലും അവൾ ഇനി പാടില്ല. മനസ്സിലായല്ലോ? അത് പറയുന്നതിൻ്റെ ഒപ്പം അയാൾ കയ്യിൽ കരുതിയ പണം അയാൾക്ക് നേരെ നീട്ടി. അവൻ അത് വാങ്ങി തൻ്റെ പാൻസിലേക്ക് വെച്ചു. സാർ ധൈര്യമായിരിക്കും. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അത്രയും പറഞ്ഞ് അയാൾ തിരിഞ്ഞു നടക്കുമ്പോൾ അശോക് വല്ലാത്തൊരു ചിരിയോടെ അതും നോക്കി നിന്നു. അശോകിൻ്റെ അടുത്ത് നിന്ന് അയാൾ റോഡ് സൈഡിൽ കിടക്കുന്ന തൻ്റെ കാറിൻ്റെ അടുത്തേക്കാണ് പോയത്. ബാക്ക് ഡോർ തുറന്നു അവൾ അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഡോർ അടച്ച് മുന്നിലേക്ക് വന്ന് കാറിൽ കയറാനായി. ഡോർ തുറക്കുമ്പോഴാണ് തോളിൽ ശക്തമായ ഒരു കൈ പതിഞ്ഞത്. ഒരു വേള അയാൾ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. എൻ്റെ പെണ്ണിനെയും കൊണ്ട് നീ എങ്ങോട്ടാ? മുന്നിൽ നിൽക്കുന്ന ആളുടെ മുഖം വ്യക്തമല്ല എങ്കിലും ആ സ്വരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാഠിന്യം അയാൾ അതിവേഗത്തിൽ തിരിച്ചറിഞ്ഞു. അയാൾ എന്തോ പറയാൻ ഒരുങ്ങിയതും കവിളടക്കം കിട്ടിയ പ്രഹരത്തിൽ സൈഡിലേക്ക് ചരിഞ്ഞു വീണു അയാൾ. മുഖത്ത് ശക്തമായി പതിഞ്ഞ വെള്ളത്തുള്ളികളിൽ അവൾ മിഴികൾ പെടുന്നതിന് വലിച്ചു തുറക്കുമ്പോൾ മുന്നിൽ ആദ്യം വെളിവായത് തന്നെ തുറച്ചു നോക്കുന്ന ഇരുമിഴികളാണ്. ഒറ്റ നിമിഷം കൊണ്ട് അവൻ കിടന്നിടത്തു നിന്ന് ചാടി എഴുന്നേറ്റ് പോയി. ശേഷം ഞെട്ടലോടെ ഒന്ന് ചുറ്റും നോക്കി. ഏതവൻ വന്ന് വിളിച്ചാലും നീ പോയി വാതിൽ തുറന്നു കൊടുക്കും അല്ലേടി? മുരളും പോലുള്ള ആ വാക്കുകൾക്ക് മുന്നിൽ ഒരടി പിന്നിലേക്ക് നീങ്ങിപ്പോയി ശിവ. നിക്കറിയില്ലായിരുന്നു. ഞാൻ കരുതി. നീ കരുതി നിന്റെ ആ പറട്ട തന്തയാണെന്നോ? പറയടി. ഉച്ചത്തിലുള്ള ആ അലർച്ചയിൽ അവളുടെ കണ്ണുകൾ അവനിൽ തറഞ്ഞു നിന്നു. എൻ്റെ കയ്യിൽ നിന്ന് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടു പോകാം എന്നാണ് നിന്റെ ധാരണ എങ്കിൽ അത് വെറുതെയാണ്. ഈ ത്രിലോകിൻ്റെ അടുത്ത് നിന്ന് എങ്ങോട്ടും പോകില്ല നീ. എൻ്റെ കാൽക്കീഴിലാണ് ഇനി നിനക്കുള്ള സ്ഥാനം. അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി അത്യധികം കോപത്തിൽ അവൻ അമറുമ്പോൾ അവളുടെ മാറി വരുന്ന ഭാവത്തിലായിരുന്നു അവൻ്റെ കണ്ണുകൾ. എന്താ ശിവമോളെ മുഖത്തൊരു മാറ്റം? നിന്റെ അഭിനയമൊന്നും ഇപ്പോൾ അങ്ങോട്ട് ഏൽക്കുന്നില്ല അല്ലേ? അവൻ്റെ ആ ചോദ്യത്തിന് ശിവ പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി. അധിക നാളൊന്നും ഈ അഭിനയം നീണ്ടുപോകില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ത്രിലോക്. പക്ഷേ നിന്നെ തോൽപ്പിക്കാൻ എനിക്കിത് അനിവാര്യമാണ്. പെട്ടെന്ന് അവളുടെ മറ്റൊരു സ്വരം അവിടെ ഉയരുമ്പോൾ ത്രിലോക് കലിയോടെ അവളെ നോക്കിക്കൊണ്ട് ശേഷം കാറ്റുപോലെ അവൻ പുറത്തേക്ക് പായുമ്പോൾ ശിവയുടെ കണ്ണുകൾ അവനെ പിന്തുടർന്നു. റൂമിലേക്ക് എത്തിയ ത്രിലോക് കയ്യിൽ തടഞ്ഞത് എല്ലാം നിലത്തേക്ക് വാരി എറിഞ്ഞുടയ്ക്കുമ്പോൾ ഉള്ളിൽ നിറഞ്ഞു പൊന്നുന്ന കോപം മാത്രമായിരുന്നു. ആ കനൽ കൂടുതൽ ആളി കത്തുമ്പോൾ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ എന്നോണം ബാത്റൂം ഡോർ ചവിട്ടി തുറന്ന് അവൻ അകത്തേക്ക് കയറി ഷവർ ഓൺ ചെയ്ത് അതിനു മുന്നിലായി കയറി നിന്നു. വലിഞ്ഞു മുറുകിയ പേശികളാൽ നിറഞ്ഞ മുഖത്തൂടെ ആ ഉറച്ച ശരീരത്തിൽ ആകമാനം വെള്ളം ഒഴുങ്ങിയിറങ്ങുമ്പോൾ അവൻ കണ്ണുകളടച്ച് പിറകിലെ ചുവരിലേക്ക് ചാരി നിന്നു. ശിവൂട്ട. കാതങ്ങൾ ദൂരെ നിന്നുള്ള ആ വിളി ഉള്ളറകളിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ ത്രിലോകിൻ്റെ ഇടം കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഒഴുകിയിറങ്ങി. അതോടൊപ്പം അവൻ്റെ ഓർമ്മയും പല വഴിക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. പാസ്റ്റ്. ശിവൂട്ട. ശിവൂട്ട. പെണ്ണെ നിൽക്കോടല്ലേ. കുഞ്ഞു ശിവയ്ക്ക് പിന്നാലെ ഓടുവാണ് അവൾ. ഉടുത്തിരിക്കുന്ന പട്ടുപാവാട തെല്ലൊന്ന് ഉയർത്തിപ്പിടിച്ച് ആ കുഞ്ഞു പെണ്ണിന് പിന്നാലെ അല്പം വേഗത്തിൽ തന്നെ ഓടിപ്പിടിച്ചു അവൾ. നിൽക്ക് പെണ്ണെ അവിടെ. എന്തൊരു ഓട്ടാ ഇത്. നിന്റെ പിന്നാലെ ഓടി ഞാൻ തളർന്നു കേട്ടോ. ഇനി മതി, അടങ്ങി നിൽക്കവിടെ. ഉയർത്തിക്കെട്ടിയിരിക്കുന്ന ഇരുമുടി കൊമ്പിലും പിടിച്ച് കുലുക്കിക്കൊണ്ടവൾ തൻ്റെ ഉണ്ട കണ്ണ് ഒന്ന് ഉരുട്ടുമ്പോൾ കുഞ്ഞു ശിവ അവളെ നോക്കി നിഷ്കളങ്കമായി ഒന്ന് പുഞ്ചിരിച്ചു. ഇവൾ ഗൗരി, അശോകിൻ്റെ അനുജത്തി സരിതയുടെ മൂത്ത മകൾ. ത്രിലോകും ഗൗരിയും തമ്മിൽ 3 വയസ്സിൻ്റെ വ്യത്യാസമാണ്. ഗൗരിക്കിപ്പോൾ 14 വയസ്സാണെങ്കിൽ ത്രിലോകിന് 17 വയസ്സ്. കുഞ്ഞു ശിവയ്ക്ക് 12. ഗൗരി. പെട്ടെന്നാണ് പിന്നിൽ നിന്ന് അതിപരുക്കമായൊരു ശബ്ദം അവരെ തേടിയെത്തിയത്. ഒന്നിച്ച് അവർ ഒരുപോലെ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു മുന്നിൽ രൂക്ഷമായ മുഖത്തോടെ നിൽക്കുന്നവനെ. ത്രിലോകിൻ്റെ മുഖഭാവവും ആ കണ്ണുകൾ തെളിഞ്ഞു കാണുന്ന ദേഷ്യം കൂടെ കണ്ടതും ശിവ വേഗം ആ പെൺകുട്ടിയുടെ പിന്നിലായി ഒളിച്ചു. എൻ്റെ നന്ദേട്ടാ, എന്തിനാ ഇങ്ങനെ ശബ്ദം ഉയർത്തണേ? ഞാനിവിടെ നിൽക്കണത് കാണുന്നില്ലേ? നീ എന്തിനാ ഇവിടെ വന്നേ? ഇവളുടെ കൂടെ കാണരുത് എന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ? രൂക്ഷമായ അവൻ്റെ ആ ചോദ്യത്തിന് ഗൗരി സ്വയം തലയിലൊന്ന് കൊട്ടി. ഏട്ടനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ എൻ്റെ കുട്ടിയെ ഒന്നും പറയരുത് എന്ന്? എത്ര പറഞ്ഞാലും കേൾക്കില്ലല്ലോ. അതിനു മറുപടിയായി അവൻ അവളുടെ കയ്യെ തട്ടിമാറ്റിയാണ് പ്രതിഷേധിച്ചത്. എനിക്ക് ഇഷ്ടമല്ല നീ ഇവളോട് കൂട്ടുകൂടണത്.
ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്ത ഇവളെ നീ മാത്രം എന്തിനാ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നത്? ഡി പോടി ഇവിടെ നിന്ന്. ഗൗരിയുടെ കയ്യിൽ പിടിച്ച് തനിക്കരികിലേക്ക് വലിച്ചുകൊണ്ട് അവൾക്ക് പുറകെ നിന്ന ശിവയുടെ തോളിൽ പിടിച്ച് തള്ളി മാറ്റുമ്പോൾ പിന്നിലേക്ക് വേച്ചുപോയി ശിവ. ശേഷം രണ്ടാളെയും ഒന്ന് നിറകണ്ണുകളോടെ നോക്കിക്കൊണ്ട് അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ ത്രിലോകിന്റെ കണ്ണിൽ പുച്ഛവും ദേഷ്യവുമായിരുന്നു. നീ ഈ കാണിക്കുന്നത് ഒട്ടും ശരിയല്ലാട്ടോ നന്ദേട്ടാ. അവളെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയില്ലേ? എന്തിനാ നീ ആ പാവത്തിനോട് ഇങ്ങനെ? നീ ആദ്യം കൂട്ടുകൂടിയത് എന്നോടാണ്. അപ്പോൾ പിന്നെ എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി. വാശിയോടെയുള്ള ആ വാക്കുകൾക്ക് മുന്നിൽ ഗൗരി തലയിൽ കൈവച്ചുപോയി. ത്രിലോക് പുറത്തെ ഡോറിൽ തട്ടിയുള്ള ആ വിളിയിൽ ഞെട്ടലോടെ മിഴികൾ വലിച്ച് അവൻ തുറക്കുമ്പോൾ ആ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. ഉള്ളിൽ വിങ്ങുന്ന വേദനയും. ഷവർ ഒന്ന് ഓഫ് ചെയ്തുകൊണ്ട് കൈ എത്തിച്ചു സ്റ്റാൻഡിൽ കിടന്ന ടവലും എടുത്ത് അവൻ തലയും തുടച്ച് പുറത്തേക്കിറങ്ങി. നീ എന്താ കുളിക്കുകയായിരുന്നോ ഈ രാത്രി? അവന്റെ അപ്പോഴത്തെ രൂപം കണ്ട് കാർത്തി ഒരു സംശയത്തോടെ കണ്ണുകൾ ചുരുക്കി ചോദിക്കുമ്പോൾ ത്രിലോക് അകൽസമായി ഒന്ന് മൂളിക്കൊണ്ട് അകത്തേക്ക് കയറി. അവന് പിറകെയായി കാർത്തിയും. ത്രിലോക്, നീ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ആരും ഈ ബന്ധത്തെ അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ തന്നെ എല്ലാവരും ഇടഞ്ഞു നിൽക്കുക. ഇതൊക്കെ നെഗറ്റീവായി ബാധിക്കുന്നത് ശിവയെയാണ് ത്രിലോക്. കാർത്തി അത്യധികം ഗൗരവത്തിൽ തന്നെ അത് പറയുമ്പോൾ ത്രിലോകിന്റെ ഉള്ളിൽ നിറഞ്ഞത് മണിക്കൂറുകൾക്ക് മുന്നേ ഉണ്ടായ പലതരം സംഭവങ്ങളാണ്. രാത്രി ഉറക്കമില്ലാതെ ബാൽക്കണിയിൽ ഇരിക്കുമ്പോഴാണ് തറവാട്ടിലെ നടു റോഡ് കഴിഞ്ഞ് കുറച്ച് അകലെയായി ഒതുക്കിയിട്ടിരിക്കുന്ന കാറിൽ നിന്ന് ആരോ ഇറങ്ങി ഇവിടേക്ക് ലക്ഷ്യം വെച്ച് വരുന്നത് കണ്ടത്. കണ്ണുകൾ കുറുക്കി ആ ആളിൽ തന്നെ മിഴികൾ ഉറപ്പിച്ചിരിക്കുന്നതിന്റെ ഒപ്പം ത്രിലോക് വേഗത്തിൽ എഴുന്നേറ്റ് താഴേക്ക് പോയി. ആരുടെയും ശ്രദ്ധപ്പെടുത്താതെ താഴെ എത്തുമ്പോൾ കാണുന്നത് ശിവയെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നവനെയാണ്. ഒരു വേള ആ കാഴ്ച ഉള്ളിൽ കനലിരിക്കുമ്പോൾ പിന്നാലെ പാഞ്ഞു. അയാൾ ശിവയെ കാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ബാക്ക് ഡോർ തുറന്ന് അകത്തേക്ക് കിടത്തുമ്പോൾ ഒരിടത്തേക്ക് നീങ്ങി നിന്നു. ആരാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയാൻ വേണ്ടി തന്നെ. എന്നാൽ ശേഷം അയാൾ തറവാട്ടിലേക്ക് തന്നെ പോകുന്നതും അശോകനോട് സംസാരിക്കുന്നതും കണ്ട് അവന്റെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. ഇടപാട് കഴിഞ്ഞ് അയാൾ പണവും കൈപ്പറ്റി വരുമ്പോൾ മുന്നിലേക്ക് പോകാതെ കാറിൽ കയറും മുന്നേ ബ്ലോക്ക് ചെയ്തു. പിന്നെ ഒന്നും നോക്കിയില്ല. ഉള്ളിലെ കലി അടങ്ങും വരെ അവന്റെ ശരീരത്തിൽ തന്നെ തീർത്തു. ഒടുവിൽ ശിവയെയും കൊണ്ട് തിരികെ വരുമ്പോഴും തറവാട് മൂകമായിരുന്നു. ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. നീ എന്താ ത്രിലോക് ആലോചിക്കുന്നത്? കാർത്തിയുടെ ശബ്ദമാണ് അവനെ ഉണർത്തിയത്. നത്തിങ്. ഒറ്റ വാക്കിൽ തന്റെ മറുപടി ഒതുക്കിക്കൊണ്ട് അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ കാർത്തി അവന്റെ മുന്നിൽ കയറി നിന്നു. ഞാൻ ചോദിച്ചതിന് നീ എനിക്ക് മറുപടി തന്നില്ല ത്രിലോക്. വാട്ട്സ് യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ്? വിവാഹം. എന്റെയും ശിവയുടെയും വിവാഹം. അതാണ് എന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്. കാർത്തിയുടെ ചോദ്യത്തിന് ഉടനടി തന്നെ അവന്റെ മറുപടിയും വന്നു. ത്രിലോക്, ബട്ട് വേണ്ട, എനിക്കിതിൽ ആരുടെയും അഭിപ്രായം അറിയണം എന്നില്ല. എന്റെ തീരുമാനങ്ങളൊന്നും ആര് വിചാരിച്ചാലും മാറാനും പോകുന്നില്ല. കാർത്തിയെ ബാക്കി പറയാൻ സമ്മതിക്കാതെ കൈ ഉയർത്തി തടഞ്ഞുകൊണ്ട് അവൻ തന്റെ ഉറച്ച തീരുമാനം അറിയിക്കുമ്പോൾ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ കാർത്തി അവനെ നോക്കാതെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. താനിങ്ങനെ ആദ്യ പിടിച്ചിട്ട് ഒന്നും ഒരു കാര്യവുമില്ല. അവൻ അവന്റെ തീരുമാനത്തിൽ നിന്ന് ഇനി മാറുമെന്ന് തോന്നണില്ല. ഭാര്യയുടെ ആ വാക്കുകൾക്ക് മുന്നിൽ സാവിത്രിയമ്മ നേരിയ ഒരു ഞെട്ടലോടെ നോക്കി. എന്ന് കരുതി അറിഞ്ഞുകൊണ്ട് എന്റെ കുട്ടിയെ അവന്റെ കയ്യിലേക്ക് കൊടുക്കണോ ഞാൻ? നിക്കാകെ ഭയമാവണുണ്ട്. അവന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്, അത് ഉറപ്പാ. ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഗൗരിമോളുടെ കാര്യമാ. പെട്ടെന്ന് ആ പേര് അയാളിൽ നിന്ന് വരുമ്പോൾ സാവിത്രിയമ്മയുടെ മുഖമാകെ മാറി. എന്തെന്നില്ലാത്ത പരവേശം നിറഞ്ഞു അവരിൽ. നന്ദൂട്ടന് ജീവനല്ലായിരുന്നു അവള്. ഒരു പക്ഷേ ഇന്നുണ്ടായിരുന്നുവെങ്കിൽ അവന്റെ വേളിയായി അവനൊപ്പം കഴിഞ്ഞേനെ കുട്ടി. അയാൾ ഒരു നൊമ്പരത്തോടെ പറഞ്ഞു. നിനക്ക് എന്റെ കുട്ടിയോളം വലുതല്ല മറ്റൊന്നും. പിന്നെ കഴിഞ്ഞത് കഴിഞ്ഞു. പഴയ കാര്യങ്ങളൊന്നും ഇനി ഓർത്തിട്ട് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ടും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് അതൊട്ട് ഓർമ്മിപ്പിക്കാൻ നിൽക്കണ്ട. സാവിത്രിയമ്മയുടെ ആ ശബ്ദത്തിൽ പോലും വല്ലാത്തൊരു വാശിയായിരുന്നു. അത് തിരിച്ചറിഞ്ഞതുപോലെ അയാൾ അവരെ ഉറ്റുനോക്കി. നിനക്ക് തോന്നണുണ്ടോ സാവിത്രി സത്യമൊരിക്കലും മറനീക്കി പുറത്തു വരില്ല എന്ന്? എന്നാൽ നിനക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എല്ലാം അധികം വൈകാതെ തെളിയൂന്ന്. ചതി ചെയ്തവരെ നമുക്ക് മുന്നിൽ തെളിയുകയും ചെയ്യും. അത്രയും പറഞ്ഞുകൊണ്ട് വാര്യർ എഴുന്നേറ്റ് പോകുമ്പോൾ സാവിത്രിയമ്മ വീണ്ടും ചിന്തയിലാണ്ടു.